ഇന്ന് ലോക ചക്ക ദിനം. സ്വർണം കായ്ക്കുന്ന മരമാണ് പ്ലാവ് എന്ന തിരിച്ചറിവാണ് ചക്കയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി 2018 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നിൽ. 50,000 കോടി രൂപയുടെ വിറ്റുവരവിന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളവും മത്സരിക്കാനൊരുങ്ങി. ചക്ക ഉൽപ്പന്നങ്ങൾക്ക് ഔഷധമൂല്യമുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ശാസ്ത്രീയ പഠനത്തിന് നേതൃത്വം നൽകിയത് സംരംഭകനായ മൈക്രോസോഫ്റ്റ് മുൻ ഡയറക്ടർ ജെയിംസ് ജോസഫ്. പഠന റിപ്പോർട്ട് വിവിധ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചതോടെ ചക്കയുടെ ഔഷധമൂല്യം ലോകമറിഞ്ഞു. G20 ഉച്ചകോടിയിൽ തീൻമേശയിൽ വരവർണം എന്ന പേരിൽ ചക്ക വിഭവങ്ങളും ഉൾപ്പെടുത്തിയതും കേരളത്തിന്റെ വിജയം. ഇതോടെ അന്തർദേശീയ തലത്തിൽ ചക്കയുടെ വ്യാപാര സാധ്യത കുത്തനെ ഉയർന്നു. 14 സംസ്ഥാനങ്ങൾ ഇപ്പോൾ പ്ലാവ് തൈ നടാൻ തുടങ്ങി. ആവശ്യമായ തൈകളും മറ്റ് സാങ്കേതിക സഹായങ്ങളും കേരള കൃഷി വകുപ്പും സംരംഭകരും നൽകുന്നു. ഭക്ഷ്യ സംരംഭകരിൽ നിന്ന് ചക്കമാംസം വാങ്ങുന്നത് വീഗൻ മീറ്റ് വ്യാപാരികൾ. വാർഷിക വിറ്റുവരവ് 50,000 കോടി കടക്കുമെന്നാണ് അനൌദ്യോഗിക കണക്ക്. മേഖലയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ അധിനിവേശം ഉണ്ടാകും. ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന സർക്കാർ ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത്. 2018 നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ സുനിൽകുമാർ നിയമസഭയിൽ പറഞ്ഞതുപോലെ 30,000 കോടി രൂപയ്ക്ക് മുകളിൽ തുടങ്ങുന്നതാണെങ്കിൽ ഇന്ന് വീഗൻ മീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് 70,000 കോടി രൂപയ്ക്ക് വരെ സാധ്യതയുള്ള മേഖലയാണ്. അതിനെയാണ് നമ്മുടെ സംരംഭകർ പ്രയോജനപ്പെടുത്തേണ്ടത്. അതിനായിട്ടുള്ള പ്രവർത്തനവും നമ്മൾക്ക് ചെയ്യേണ്ടുന്നതുണ്ട്. എല്ലാ വീട്ടിലും വീട്ടമ്മമാരും ചെറിയ സംരംഭമായിട്ട് ഇത് തുടങ്ങണം. അതിനാണ് നമ്മുടെ സംരംഭക വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനം അത് തുടങ്ങിയിരിക്കുന്നത്. ചെറിയ ചെറിയ യൂണിറ്റുകളാണ് നമ്മുടെ നാടിനും ചക്കയ്ക്കും പ്രകൃതി ഉൽപ്പന്നങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാവിധ ഫലവർഗ്ഗങ്ങൾക്കും ഉപയോഗപ്രദമാകുന്നത്. അത് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന മൂല്യം ഏറ്റവും കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വ്യവസായ വകുപ്പിന്റെ എന്റർപ്രണർ ഡെവലപ്മെന്റ് ക്ലബിലൂടെ വിദ്യാർത്ഥി സംരംഭകത്വം തുടങ്ങുന്നതിന്റെ ഭാഗമായി പ്രദർശന വിപണന മേളയും സംഘടിപ്പിക്കാൻ ആരംഭിച്ചു. കേരളത്തിൽ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങൾ തുടങ്ങിയതിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന സംസ്കരണ കേന്ദ്രങ്ങളാണ് ഏറെയും. ചക്കച്ചോളപ്പൊടി, ചക്കക്കുരുപ്പൊടി എന്നിവയ്ക്ക് ഡിമാൻഡ് കൂടി. ചക്ക സംഭരണത്തിനും മാർക്കറ്റിംഗിനും വിപണനത്തിനും വ്യവസ്ഥാപിത സംവിധാനം ഏർപ്പെടുത്തണം. നാളികേര ബോർഡ്, മഞ്ഞൾ ബോർഡ് മാതൃകയിൽ ചക്കയ്ക്കും ബോർഡ് വേണമെന്ന ആവശ്യവും ശക്തമാണ്. മേഘാലയ 90 കോടി, ഒഡീഷ്യ 70 കോടി, അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ ചക്ക മിഷന് വേണ്ടി ബജറ്റിൽ വൻ തുകയാണ് നീക്കിവെക്കുന്നത്. കേരളം ഇത് മുന്നിൽ കണ്ട് മത്സരിക്കണമെന്നും ആവശ്യമുണ്ട്. പ്ലാവ് എന്ന് പറയുന്നത് സ്വർണം കായ്ക്കുന്ന മരമാണ്. ആ സ്വർണമാണ് ഇത്. ഇപ്പോൾ ഇതിലൂടെ കിട്ടുന്ന നമ്മുടെ ഒരു വിദേശ നാണയം എന്ന് പറയുന്നത് ഏതാണ്ട് 50,000 കോടിയിൽ പുറത്ത്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ അക്കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വേഗതയിൽ ആ പണം നേടുന്നതിനുള്ള ഒരു സാഹചര്യം മാത്രം ഒരുക്കി കൊടുത്താൽ മതി. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.